നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ അൽ നസർ കളിക്കാനിറങ്ങുകയാണ്. അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പോരാട്ടമാണ്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കിരീട സാധ്യത ബാക്കിയുണ്ടെങ്കിൽ അത് AFC ചാമ്പ്യൻസ് ലീഗിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാലിടറൽ അത് ഒട്ടും അവർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ സുപ്രധാനമായ മത്സരം കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല. ഇന്നത്തെ മത്സരം രാത്രി 9:30 എസ്തിക്ലാൽ FCക്കെതിരെയാണ്. ഇറാനിയൻ ക്ലബ്ബായിട്ടുള്ള എസ്തിക്ലാൽ FCക്കെതിരെ ആസാദി സ്പോർട്സ് കോംപ്ലക്സ് ടെഹ്റാനിലാണ് കളി നടക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിനുള്ള അൽ നസറിൻ്റെ സ്ക്വാഡിൽ നിന്ന് എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒഴിവാക്കി? അദ്ദേഹത്തിന് അത്ര വലിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന സൂചനകൾ ചില മാധ്യമങ്ങൾ നൽകുമ്പോഴും CR7 ഈ മത്സരത്തിന് പരിഗണിച്ചിട്ടില്ല. അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടില്ല ടെഹ്റാനിലേക്ക്. പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്യൂരിറ്റി കൺസേൺ കാരണമാണ് CR7 ടെഹ്റാനിലേക്ക് യാത്ര ചെയ്യാത്തത് എന്നാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ മറ്റു ചിലർ ഒരല്പം കൂടി കടത്തി. മുമ്പ് അവിടെ ഇറാനിൽ ചെന്ന സമയത്ത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉപഹാരം വാങ്ങുകയും ക്രിസ്ത്യാനോ അവരെ സ്നേഹം അറിയിച്ചുകൊണ്ട് അവരുമായിട്ട് ഇടപെട്ടത് ശരിയായ രൂപത്തിലല്ല എന്ന്, ഇറാനിയൻ ലോയിൽ ശരിയായ രൂപത്തിലല്ല എന്നതുകൊണ്ട് CR7 അവിടെ ശിക്ഷ കിട്ടുമെന്ന് ഭയന്നിട്ടാണ് CR7 അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്തത് എന്ന് ചില മാധ്യമങ്ങൾ, യൂറോപ്യൻ മാധ്യമങ്ങൾ ഒരു ഭാഗത്തുകൂടി പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ റൂമറുകളും കഥകളുമൊക്കെ പലരും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്റ്റെഫാനോ പിയോളി, അൽ നസറിൻ്റെ കോച്ച്, പറഞ്ഞതാണ് നമുക്കിവിടെ മുഖവിലേക്ക് എടുക്കാൻ കഴിയുക. അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനോക്ക് ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്, അദ്ദേഹം 100% ഫിറ്റല്ല. എന്നാലും അതൊരു ബിഗ് പ്രോബ്ലമാണ്, 100% ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രിഫർ ചെയ്തത് അദ്ദേഹം ഈ മത്സരം കളിക്കണ്ട എന്നായിരുന്നു. അപ്പോൾ തൽക്കാലം ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള വാദം. CR7 100% ഫിസിക്കലി ഫിറ്റല്ലാത്തതുകൊണ്ട് ഈ കളി കളിപ്പിക്കുന്നില്ല. വേണമെങ്കിൽ സെക്യൂരിറ്റി കൺസേൺസും ഉണ്ടാകുമെന്ന് വെക്കാം. പക്ഷെ അത് ഒഫീഷ്യൽ അല്ലല്ലോ. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇതാണ് സ്റ്റെഫാനോ പിയോളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനോ മാത്രമല്ല, സുപ്രധാന താരങ്ങൾ അവർക്ക് മിസ്സിംഗ് ആണ്. സുൽത്താനും മൈമറിക് ലപ്പോർട്ടും അലീല ജാമിയും അൽ ഖൈബരിയും ഒറ്റാവിയോയും ഖരീബും ക്രിസ്ത്യാനോയും ഒന്നുമില്ലാതെയാണ് അവരുടെ ടീം ഇറങ്ങേണ്ടത്. അപ്പോൾ അവരുടെ സ്ക്വാഡ് ലിസ്റ്റ് ഓൾറെഡി പുറത്ത് വിട്ടിട്ടുണ്ട്. ബെൻഡോ, നജ്ജാർ, അഹമ്മദ് നവാഫ്, കൊഷീഷ്, സലേം, ഫാത്തിൽ, സിബാക്കൻ, അൽ ഹസൻ, അസാസി, ബ്രസോവിച്ച്, അൽ സുലൈഹിം, ഫാരിസ്, ഐമൻ, മുഹമ്മദ് മാരൻ, വെസ്ലി, ഏഞ്ചലോ, ഡ്യൂറൻ, മാനെ എന്നിവരാണ് അവരുടെ സ്ക്വാഡിലുള്ളത്. അപ്പോൾ ഒരു പ്രോബിൾ ലൈനപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഉണ്ടാവും. ഡിഫൻസിൽ അൽഫാത്തിലും സിമാക്കനും ബൗഷലും കോഷിച്ചും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിൽ അൽ ഹസനും ബ്രസോവിച്ചും ഉണ്ടാകുമ്പോൾ മുന്നേറ്റത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലായിട്ട് ബ്രസീലിയൻ താരങ്ങൾ വെസ്ലിയും ഏഞ്ചലോയും ഉണ്ടാകും. ഗോളടിക്കാൻ മാനയും ഡ്യൂറനും. ഇങ്ങനെയുള്ളൊരു 11 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 100% റെഡിയാണ് ഈ കളിക്ക് എന്ന് സാദിയോ മാനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടീമിനെ വിജയിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരികെ വരാൻ സ്റ്റെഫാനോ പിയോളിക്ക് കഴിയുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.